ഹായ്, മിഡ് ക്യാപ് ഡോക്ടറിൻ്റെ വീക്ക്ലി അനാലിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം മാക്സിമം വെയിറ്റ് ചെയ്യുമായിരുന്നു. എന്തെങ്കിലും ഒരു പോസിറ്റീവ് ന്യൂസോ അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് വരുവാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചാണ് ഇത്രയും വെയിറ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇന്നലെ രാത്രിയിൽ നമ്മൾ കിടന്നപ്പം ഉണ്ടായ സംഭവവികാസമല്ല ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോൾ, അല്ലേ? നമുക്ക് ഇന്നലെ ആണെങ്കിൽ ഒരു ചെറിയൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പം അത് മുഴുവൻ മൊത്തത്തിൽ തകിടം മറിയുന്ന ഒരു സെറ്റപ്പാണ് നമ്മളിന്ന് കണ്ടത്. അപ്പം നമുക്ക് എൻ്റെ പരിമിതമായ അറിവ് വെച്ചും എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് വെച്ചിട്ടും അതെന്തൊക്കെയാണെന്നും ഇനി അതെങ്ങനെ മാർക്കറ്റിനെ ബാധിക്കുമെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് വിശകലനം ചെയ്ത് നോക്കാം. അപ്പം അതിന് മുന്നേ ആയിട്ട് പറയാനുള്ളൊരു കാര്യം, നിങ്ങൾ കുറേ ദിവസങ്ങളായിട്ട് എന്നോട് ആവശ്യപ്പെടുന്ന സംഭവമാണ് ഒരു ഗ്രൂപ്പ് കൂടെ തുടങ്ങുമോ എന്നുള്ളത്. ഇപ്പോൾ എന്തായാലും നിങ്ങളുടെ എല്ലാവരുടെയും ശക്തമായ ഒരു ആവശ്യത്തെ തുടർന്ന് നമ്മൾ വീണ്ടും ഒരു അഡീഷണൽ ഗ്രൂപ്പും കൂടെ നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നമ്പർ ഞാൻ എൻ്റെ താഴെ വച്ചേക്കാം, ഫസ്റ്റ് കമൻറ്റിലും പിൻ ചെയ്തേക്കാം. ഓക്കെ, നിങ്ങൾക്ക് താല്പര്യമുള്ളവർ ആരെ നിർബന്ധിക്കുന്നില്ല. നിങ്ങൾ ആരെങ്കിലും, ഞാനൊരു കാര്യം പറയാം, നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും ടിപ്പ് പ്രതീക്ഷിച്ചാണ് വരുന്നതെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അവിടെ കോളോ പുട്ടോ അങ്ങനെയുള്ള സർവീസ് കോളുകളോ ഒന്നും കൊടുക്കുന്നില്ല. നമ്മൾ കൃത്യമായി ലൈവ് മാർക്കറ്റിൽ എന്തെങ്കിലും പോസിബിലിറ്റീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ലൈവ് മാർക്കറ്റിൽ നമ്മൾ പറയുന്നു മാത്രമേ ഉള്ളൂ. അല്ലാതെ നമ്മളവിടെ സ്ട്രൈക്ക് പറഞ്ഞ് കോൾ കൊടുക്കുന്ന പരിപാടിയോ അല്ലെ പുട്ടെടുക്കുന്നോ കോൾ എടുക്കുന്നോ അങ്ങനെ ഒന്നും പറയാറില്ല. മാർക്കറ്റിൽ ലൈവിൽ മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ നമ്മൾ വിശകലനം ചെയ്യുന്നു, അതിൻ്റെ സാധ്യതകളെ നമ്മൾ പരിശോധിക്കുന്നു. അത് മാത്രമാണ് നമ്മളവിടെ ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾ വലിയ പ്രതീക്ഷിച്ച് വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിരാശപ്പെടേണ്ടി വരും. അത് മാത്രമല്ല, അതിന് ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസും ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആരും നിർബന്ധിക്കുന്നില്ല. നിങ്ങൾക്ക് താല്പര്യമുള്ളവർ മാത്രം ജോയിൻ ചെയ്യുക. ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ, നിങ്ങളുടെ ഒരു ചെറിയൊരു ചായക്കാശ് എന്ന് മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ 4 മണിക്ക് ഈ കടിയും ചായയും കഴിക്കാൻ പോകാറില്ലേ? അതിൽ നിങ്ങൾ 1-2 ദിവസം കൊടുക്കുന്ന പൈസ മാത്രമേ സബ്സ്ക്രിപ്ഷൻ ഫീസായിട്ടുള്ളൂ. കാരണം നമ്മൾ എന്തുകൊണ്ട് സബ്സ്ക്രിപ്ഷൻ ഫീസ് വെക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫ്രീ ആയിട്ട് കൊടുക്കുമ്പോൾ അതിന് യാതൊരു വിലയും കാണത്തില്ല. ലോകത്തുള്ള ജനങ്ങൾ മുഴുവൻ അത് കാണുകയും ചെയ്യും. കാരണം നമ്മൾ ഒരു പ്രാവശ്യം നടത്തിയാണ്, നമുക്കറിയാമല്ലോ. അങ്ങനെയല്ലേ നമ്മളത് അടച്ചത്. കാരണം ഫ്രീ എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാ വരുന്നവനും പോകുന്നവനും എല്ലാം ചാടിയാനത്ത് കയറും, ആവശ്യമുള്ളവനും ഇല്ലാത്തവനും എല്ലാവരും ചാടിയാനത്ത് കയറും. അതുകൊണ്ടാണ് അതിന് ചെറിയൊരു സബ്സ്ക്രിപ്ഷൻ ഫീസ് വെച്ചേക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് താങ്ങാവുന്ന, ഏറ്റവും അശരണർക്ക് പോലും താങ്ങാവുന്ന ഫീസ് മാത്രമേ ഉള്ളൂ. അത് അപ്പോൾ തന്നെ നമ്മളുടെ പഴയ പോളിസി നേരത്തെ ഉള്ളവർക്കറിയാം. നിങ്ങൾ ആരെങ്കിലും രോഗികളായിട്ടുള്ളവരാണെങ്കിൽ, കിടപ്പ് രോഗികളോ അല്ലെങ്കിൽ പെർമനൻ്റ് ഡിസബിലിറ്റീസ് ഉള്ളവരോ അംഗവൈകല്യമുള്ളവരോ അങ്ങനെയുള്ളവർക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ കംപ്ലീറ്റ് ഫ്രീ ആയിരിക്കും. ഈ ഗ്രൂപ്പ് ഉള്ളിടത്തോളം കാലം നിങ്ങൾക്ക് ഫ്രീ ആയിരിക്കും. പക്ഷെങ്കിൽ നിങ്ങളതിനെ ബോധ്യപ്പെടുത്തണം. അതെങ്ങനെ ബോധ്യപ്പെടുത്തണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പിയോ നിങ്ങൾക്ക് കാണുമല്ലോ. ഒരു ഡിസബിലിറ്റി ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് കാണുമല്ലോ. അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും രോഗമായിട്ട് ബന്ധപ്പെട്ട ആളാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു ഡോക്യുമെൻ്റ് എനിക്ക് അയച്ച്, നിങ്ങളുടെ ഒരു ID ഒരു ഡോക്യുമെൻ്റ് അയച്ചു തരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും ഈ ഗ്രൂപ്പിൽ ഫ്രീ ആയിരിക്കും. അങ്ങനെ ധാരാളം ആൾക്കാർ നമ്മുടെ ഗ്രൂപ്പിലുണ്ട്. പക്ഷേ അത് കൃത്യമായിട്ട് നിങ്ങൾ എന്നെ ബോധ്യപ്പെടുത്തണം. അങ്ങനെ മാത്രമേ ഉള്ളൂ. കാരണം നമ്മൾ മല്ലൂസാണല്ലോ, നമുക്കറിയാമല്ലോ മല്ലൂസിൻ്റെ സ്വഭാവം. അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് ഞാനത് പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ജസ്റ്റ് ഞാൻ നമ്പർ ഇവിടെ വെച്ചേക്കാം, ഫസ്റ്റ് കമൻറ്റിൽ ഞാനത് പിന്നും ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മളിന്ന് ക്യാപ്ഷനിൽ എഴുതിയ പോലെ ട്രംപിന് കൈപൊള്ളിയോ എന്നൊരു ചോദ്യം പല ഭാഗങ്ങളിലും ഉയരുന്നുണ്ട്. കാരണം പണ്ട് ഉക്രൈനും റഷ്യയും തമ്മിൽ നടന്ന യുദ്ധം പെട്ടെന്ന് അടിച്ചമർത്താമെന്ന് പറഞ്ഞാണ് റഷ്യ ഇതിന് ഇറങ്ങി പുറപ്പെട്ടത്. ഇപ്പം വർഷം 2 കഴിഞ്ഞു, ഇതിലായിട്ട് യുദ്ധം അവസാനിച്ചിട്ടില്ല എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഇസ്രായേലും അമേരിക്കയും ഈ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടത്. പെട്ടെന്ന് അടിച്ച് തീർക്കാം, അല്ല 1-2 ആഴ്ച കൊണ്ട് തീരും എന്നാണ് വിചാരിച്ചത്. പക്ഷെങ്കിൽ പിടിച്ചതിനേക്കാൾ വലുതാണ് അളയിലുള്ളതെന്ന് പറഞ്ഞ കണക്ക് വളരെ ചെറുതായിട്ട് അവരെ കണ്ടു. ഇറാനെ കണ്ടു, പെട്ടെന്ന് അടിച്ചൊതുക്കാമെന്ന് വിചാരിച്ചു. പക്ഷെങ്കിൽ അത് നടന്നില്ല. ഇപ്പം എങ്ങനെങ്കിലും ഇതിൽ നിന്ന് തലകൂരിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയിലേക്ക് ഇപ്പം അവർ എത്തിയേക്കുകയാണ്. ഇപ്പം ലേറ്റസ്റ്റായിട്ട് നമുക്ക് പറയാനുള്ളത്, ഇന്നലെ രാത്രിയിൽ ട്രംപിൻ്റെ ഒരു കമൻറ്റ് വന്നത് എന്താണ്, വിത്തിൻ 48 hours ഹോർമോസ് സ്ട്രെയിറ്റ് അത് ക്ലിയർ ചെയ്തില്ലെന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജിയെ, ഇൻഫ്രാസ്ട്രക്ചറിനെ എല്ലാം ഞങ്ങൾ ആക്രമിക്കും എന്ന്
വളരെ റൂഡായിട്ട് തന്നെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. അപ്പം അതൊരു വലിയ കൺസേണാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം മാർക്കറ്റിന് അത് വലിയൊരു കൺസേണാണ്. എന്ത് സംഭവിക്കുന്ന അറിയത്തില്ല. അടുത്ത 48 മണിക്കൂറിനകം ഹോർമോസ് സ്ട്രെയിറ്റ് അവർ ക്ലിയർ ചെയ്യുമോ എന്നുള്ളത് ഒരു ചോദ്യമാണ്. അതിനുള്ള സാധ്യത വളരെ കുറവാണ്. അങ്ങനെയെങ്കിൽ അമേരിക്ക കയറി ഇസ്രായേലും കൂടെ കയറി നിരക്കുമ്പോൾ അവരുടെ ഇൻഫ്രാസ്ട്രക്ചറിനെ, പ്രത്യേകിച്ച് ഇലക്ട്രിസിറ്റി എനർജിയെ പ്ലാന്റുകളെയൊക്കെ അടിക്കും എന്നാണ് പറഞ്ഞേക്കുന്നത്. അടിച്ചു എന്നും ഇപ്പോൾ കേൾക്കുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇറാൻ തിരിച്ച് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ തിരിച്ച് GCC കൺട്രികളുടെ എനർജി സെക്ടറിനെ ആക്രമിക്കും, എനർജി സോഴ്സിനെ ആക്രമിക്കും. പ്രത്യേകിച്ച് ഡീസാലിനേഷൻ പ്ലാന്റ്, അതായത് വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്ലാന്റുകളുണ്ട്. കാരണം നമുക്ക് ഗൾഫിലെങ്ങും താഴെ നിന്ന് വെള്ളം കുഴിച്ചെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ അത് കടൽ വെള്ളം ശുദ്ധീകരിച്ചാണ് ഇവിടെ കുടിവെള്ളം GCC കൺട്രികളെല്ലാം കൊടുക്കുന്നത്. അപ്പം അങ്ങനെയുള്ള പ്ലാന്റുകളെ ആക്രമിക്കുമെന്ന് വളരെ അസന്നിഗ്ധമായിട്ട് ഇറാൻ പറഞ്ഞിട്ടുണ്ട്. അത് വലിയൊരു കൺസേണാണ് GCC സംബന്ധിച്ചിടത്തോളം. അങ്ങനെയൊക്കെ സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊരു വലിയൊരു സിവിയർ രീതിയിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ ഈ അമേരിക്ക ഇങ്ങനെ ആക്രമിക്കുമ്പം ഈ അമേരിക്കൻ കോൺഗ്രസ്സിനല്ല, അമേരിക്കൻ സെനറ്റിലെ അമേരിക്കയുടെ ഇൻ്റലിജൻസ് ഇത് ഓരോ കാര്യങ്ങൾ വിശദീകരിക്കണം. എന്തിനാണ് ആക്രമിക്കുന്നത്, ഈ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട ഓരോ അപ്ഡേറ്റ്സും സെനറ്റിനെ ധരിപ്പിക്കണം എന്നൊരു സംഭവമുണ്ട്. അപ്പോൾ അതിനകത്തിൽ സെനറ്റിൽ ഇങ്ങനെ ഓരോ കാര്യം ഇങ്ങനെ ഇറാനെ ആക്രമിച്ചുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പം സെനറ്റ് തിരിച്ചൊരു ചോദ്യം ചോദിച്ചു. ഇതേ സെയിം ആണവ ശക്തിയല്ലേ പാകിസ്ഥാൻ? ഓക്കെ, ഇറാന് നിങ്ങൾ ന്യൂക്ലിയർ ഫെസിലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത്. അത് ത്രെട്ടാണ്, ലോകത്തിന് മുഴുവൻ ത്രെട്ടാണ്. ഇസ്ലാമിക രാജ്യത്തിൽ അല്ലെങ്കിൽ ഇറാനിൽ ഇങ്ങനെ ഇരിക്കുന്നത് ത്രെട്ടാണെന്ന് പറഞ്ഞാണ് നിങ്ങൾ ഇറാനെ ആക്രമിക്കുന്നത്. ഇതേ സെയിം സംഭവം തന്നെ അല്ലേ പാകിസ്ഥാനിൽ എന്നൊരു ചോദ്യം കൂടെ സെനറ്റ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നത്. അതിനെപ്പറ്റി കൂടുതൽ ഞാൻ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നില്ല. അപ്പം അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണത്തിൽ വീണ്ടും ധാരാളം ഇറാൻ്റെ ഹെഡ് ലീഡേഴ്സ് അല്ലെങ്കിൽ അവരുടെ തലപ്പത്തിരിക്കുന്ന ധാരാളം പേര് പോയിട്ടുണ്ട്. ഈയിടെയും ഒരു IRGCയുടെ ഒരു ഹെഡ് കഴിഞ്ഞ ദിവസവും കൊല്ലപ്പെട്ടു. അപ്പോൾ ഓരോ ദിവസവും ഇങ്ങനെ വരുന്നവരെ ഇവരിങ്ങനെ തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇസ്രായേൽ ഓൾറെഡി അവരുടെ ഇലക്ട്രിസിറ്റി പ്ലാന്റിനെ ആക്രമിച്ചു എന്ന് നമ്മളിങ്ങനെ കേൾക്കുന്നു. അപ്പോൾ അതിന് തിരിച്ചടിയായിട്ട് ഇന്നലെ ഇസ്രായേലിലെ ഇസ്രായേലിൻ്റെ ന്യൂക്ലിയർ ഏരിയയിൽ ഇവരൊരു ബാലിസ്റ്റിക് മിസൈൽ വിട്ടു. ഇത്രയും വളരെ നല്ല ഹൈ റേഞ്ചുള്ളൊരു ബാലിസ്റ്റിക് മിസൈൽ വിട്ടു, ആക്രമിച്ചു. അതിന് പ്ലാന്റിന് കേടുപാടാൻ പറ്റിയില്ലെങ്കിൽ അതിനടുത്ത് തന്നെ ഈ സാധനം വീണു എന്നൊക്കെയുള്ള ന്യൂസുകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഒരു അറ്റാക്ക് ഒരു സിവിയർ രീതിയിലേക്ക് പോകാനുള്ള സാധ്യത ഉണ്ട്. അതുമാത്രമല്ല, ഇസ്രായേലിൻ്റെ പുതിയൊരു ആരോപണം അവരെ ക്ലസ്റ്റർ ബോംബ് വെച്ച് ആക്രമിക്കുന്നു എന്നുള്ളതാണ്. അപ്പം അങ്ങനെ അത് UN ഇസ്രായേലിൽ പരാതി പറഞ്ഞിട്ടുണ്ട്. ഈ ക്ലസ്റ്റർ ബോംബുകൾ ഓൾറെഡി നിരോധിച്ച സംഭവമാണ്. അപ്പോൾ ഈ ക്ലസ്റ്റർ ബോംബ് വെച്ച് ആക്രമിച്ചതുകൊണ്ട് ഇസ്രായേലിൽ ധാരാളം ആൾക്കാർ മരിച്ചിട്ടുണ്ട്, ധാരാളം ഇഞ്ചുറി പറ്റിയിട്ടുണ്ട്, ധാരാളം ഡാമേജ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് അവരുടെ ഇസ്രായേലിൻ്റെ പ്രതികാര ബുദ്ധിയെ വളരെയധികം കൂട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതേ രീതിയിൽ തന്നെ അവർ ഇറാനിൽ നല്ല രീതിയിൽ അടിക്കാനുള്ള സാധ്യതയുണ്ട്. എനർജിയൊക്കെ അടിച്ചു, മീൻസ് ഇലക്ട്രിസിറ്റി പ്ലാന്റുകളൊക്കെ അടിച്ചു എന്ന് ഇങ്ങനെ കേൾക്കുന്നതിന് സത്യാവസ്ഥ മുഴുവൻ പുറത്ത് വന്നിട്ടില്ല. അപ്പം ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എല്ലാം തിക്തഫലം അനുഭവിക്കേണ്ടത് GCC കൺട്രികളാണ്. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് ഖത്തർ, നമ്മൾ ഏറ്റവും വലിയ ലാർജ് എക്സ്പോർട്ടറാണ് ഖത്തർ. LNGയുടെ എക്സ്പോർട്ടറാണ് ഖത്തർ. അപ്പോൾ അതിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ അടിച്ച ഡാമേജ് കൊണ്ട് ഏകദേശം 20% അവരുടെ LNG പ്ലാന്റുകൾക്ക് ഡാമേജ് പറ്റിയിട്ടുണ്ട്. 20%. അപ്പോൾ 20% പ്രൊഡക്ഷൻ അടിച്ച ഡാമേജ് കൊണ്ട് 20% പ്രൊഡക്ഷൻ ഇപ്പം തന്നെ കുറഞ്ഞിട്ടുണ്ട്. ഇത് തിരിച്ച് ശരിയാക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മുതൽ 3 വർഷം വരെ വേണ്ടി വരും. ഇതൊന്ന് റീഇൻസ്റ്റേറ്റ് ചെയ്ത് എടുക്കണമെന്നുണ്ടെങ്കിൽ, ഈ ഡാമേജ് പരിഹരിച്ച് എടുക്കണമെന്നുണ്ടെങ്കിൽ ഏകദേശം 2 മുതൽ 3 വർഷം വരെ വരും. ഇത് ഖത്തറിന് വരുത്തി വയ്ക്കുന്ന സാമ്പത്തിക ബാധ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം $20 ബില്യൺ. $20 ബില്യൺ ഒരു വർഷം
അവരുടെ വരുമാനത്തിൽ കുറവ് വരും. ഇത് ചില്ലറ കളിയല്ല. ഇതുപോലെ തന്നെയാണ് മറ്റുള്ള GCC കൺട്രികളിലും അവരുടെ റിഫൈനറികളെ ആക്രമിച്ചു. ഇവിടെ കുവൈറ്റിലടക്കം റിഫൈനറികളെ ആക്രമിച്ചു. അതിനനുസരിച്ച് ധാരാളം ഡാമേജുകൾ വന്നിട്ടുണ്ട്. ഈ ഡാമേജൊക്കെ കറക്റ്റ് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ വർഷങ്ങൾ വേണ്ടി വരും. അതിനനുസരിച്ച് ഇവരുടെ ഔട്ട്പുട്ടുകൾ കുറയും. അപ്പം ഇവരുടെ എണ്ണ വരുമാനം വളരെ കുറയും. ഇതൊക്കെ വളരെ സാമ്പത്തിക പ്രതിസന്ധിക്ക് ആക്കം കൂട്ടുന്ന സംഗതികളാണ്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെയൊക്കെ സംഭവിക്കുമ്പോൾ ഇതിൻ്റെ കുഴപ്പമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പ്രവാസികൾക്ക് ബുദ്ധിമുട്ടായിട്ട് വരും. അപ്പം പല കാര്യങ്ങൾക്കും അവർ ഫീസ് വർദ്ധിപ്പിക്കും. പല കാര്യങ്ങളിലും എന്താ പറയുന്നത്, ഫീസുകളുടെ വർധന വളരെ കൂടുതൽ. വിസയാണെങ്കിലും ലൈസൻസിനാണെങ്കിലും മറ്റ് എന്തെങ്കിലും കാര്യങ്ങളാണെങ്കിലും എല്ലാത്തിനും, അതുപോലെ ഈ ട്രാഫിക് ഫൈനുകളാണെങ്കിലും ഇതൊക്കെ കൂട്ടി അവർ വരുമാനം കണ്ടെത്താൻ ശ്രമിക്കും. ഒരിടത്ത് വരുമാനം കുറയുമ്പോൾ മറ്റൊരു രീതിയിൽ വരുമാനം. അപ്പോൾ ഏത് പെരുന്നാൾ വന്നാലും കോഴിക്ക് കടക്കപ്പുറത്ത് ഇരുന്ന് പറഞ്ഞ കണക്ക് ഇതെല്ലാം പ്രവാസികളുടെ മണ്ടയ്ക്കായിരിക്കും മിക്കവാറും വരാൻ പോകുന്നത്. ഓക്കെ, അപ്പം ഇതൊക്കെ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ബാധിക്കുന്നത് മുഴുവൻ ഇവിടെയൊക്കെയുള്ള പ്രവാസികളെ ആയിരിക്കും നല്ല രീതിയിൽ ബാധിക്കുന്നത്. അപ്പം ഈ പറഞ്ഞ പോലെ തന്നെ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, അമേരിക്ക ഈ GCC കൺട്രികളിലുള്ള ഈ വാട്ടർ പ്ലാന്റുകളൊക്കെ ആക്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അതൊക്കെ വലിയ തിക്തഫലങ്ങൾ അനുഭവിക്കേണ്ടി വരും അതിന്. അപ്പം ഇതൊക്കെ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളത് നമുക്ക് വരും ദിവസങ്ങളിൽ കണ്ടറിയാം. അതിനിടയിൽ ഉക്രൈൻ ഏകദേശം അവരുടെ എക്സ്പോർട്സുകളെ, ഈ ഡ്രോണിനെ ഇൻ്റർസെപ്റ്റ് ചെയ്യുന്ന ഒരു ടെക്നോളജി അവർക്കുണ്ട് എന്ന് അവർ പറഞ്ഞായിരുന്നു. അപ്പോൾ അവർ അതിൻ്റെ ഇൻ്റർസെപ്റ്ററും അതിൻ്റെ എക്സ്പോർട്സിനൊക്കെ തരാം എന്ന് ഓൾറെഡി പിന്നെ ഉക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ GCC കൺട്രികളിലേക്ക് ഏകദേശം 200-ൽ പരം ടെക്നീഷ്യൻ ഇതിൻ്റെ എക്സ്പോർട്സിനെ അവർ അയച്ചിട്ടുണ്ട്. എങ്ങനെ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ ഇൻ്റർസെപ്റ്റ് ചെയ്യാം അതിനെപ്പറ്റി പഠിക്കുന്നതിനും അതിനുള്ള പദ്ധതികൾ ഉണ്ടാക്കുന്നതിനുമുള്ള ഉക്രൈനിയൻ ടീം GCC കൺട്രികളിൽ എത്തിയിട്ടുണ്ട്. അതിൻ്റെ നടപടികൾ എന്തൊക്കെയാണെന്നുള്ളത് വരും ദിവസങ്ങളിൽ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ഇതൊക്കെ ഇറാനുമായി സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറാൻ്റെ സാമ്പത്തിക വ്യവസ്ഥ വളരെ വളരെ പരിതാപകരമാണ്. വളരെ എന്താ പറയുന്നത്, അവിടെ ഇപ്പോൾ അവർ 10 മില്യൻ്റെ നോട്ട് ഇറക്കി. ഇറാൻ 10 മില്യൻ്റെ നോട്ട്, ഒരു നോട്ട് 10 മില്യൺ. അതിൻ്റെ വില US ഡോളറിൽ കണക്കാക്കുകയാണെന്നുണ്ടെങ്കിൽ വെറും $7 ഉള്ളൂ. 10 മില്യൻ്റെ ഒരു നോട്ടിൻ്റെ വില വെറും $7. കാരണം പിടിച്ചു നിൽക്കാൻ വേറെ മാർഗ്ഗമൊന്നുമില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ഒരു സാൻഡ്വിച്ച് മേടിക്കണമെങ്കിലും 2-3 മില്യൺ ദിനാർ, 10-15 മില്യൺ ദിനാർ ഒക്കെ കൊടുക്കേണ്ടി വരും ഒരു സാൻഡ്വിച്ച് കഴിക്കണമെന്നുണ്ടെങ്കിൽ. അപ്പം ഇതൊക്കെയാണ് നിലവിലുള്ള അവസ്ഥ. അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ എല്ലാം പിന്നിൽ ഞാൻ ഈ സംഭവം തുടങ്ങുന്നതിന് മുന്നേ തന്നെ ഞാൻ ആദ്യമേ ഒരു കാര്യം പറഞ്ഞായിരുന്നു. ഇതെൻ്റെ എല്ലാം പിന്നിൽ ഒറ്റ ലക്ഷ്യമേ ഉള്ളൂ, ആയുധ കച്ചവടം. ഞാനത് ഓൾറെഡി എൻ്റെ വീഡിയോയിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട്. ആയുധ കച്ചവടമാണ് ഈ യുദ്ധങ്ങളുടെ എല്ലാം മെയിൻ ഒരു അജണ്ട എന്ന് പറയുന്നത്. ആയുധ കച്ചവടമാണ്. അത് നമുക്ക് കഴിഞ്ഞ ദിവസം വന്ന വാർത്തയ്ക്കകത്ത് മനസ്സിലായി. സെനറ്റ് ഏകദേശം $16.5 ബില്യൺ അപ്രൂവ് ചെയ്തു. ഇതിൻ്റെ ഡീല് അപ്രൂവ് ചെയ്തു. ആയുധം വിൽക്കാൻ വേണ്ടി GCC കൺട്രികൾക്കും മറ്റ് രാജ്യങ്ങൾക്കുമായിട്ട് ആയുധങ്ങൾ വിൽക്കാനുള്ള 16.5 ബില്യൻ്റെ ഡീല് ഓൾറെഡി സെനറ്റ് അപ്രൂവ് ചെയ്തു. മനസ്സിലായല്ലോ. GCC കൺട്രികൾക്ക് പലർക്കും അവരുടെ എയർ ഡിഫൻസ് സിസ്റ്റവും ഇപ്പോൾ പോയത് റീഫിൽ ചെയ്യാനും ഉള്ളതെല്ലാം ഈ കാശെല്ലാം ആര് കൊടുക്കണം? GCC തന്നെ കൊടുക്കണം. അവർക്ക് നഷ്ടമൊന്നുമില്ല. കൈ നനയാതെ അവർ മീനെ പിടിച്ചു. അപ്പം ആത്യന്തികമായിട്ട് നമ്മൾ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സംഭവങ്ങൾക്കെല്ലാം ഇതിൻ്റെ ലാഭം മുഴുവൻ US-നാണ്. അതാരും മനസ്സിലാക്കുന്നില്ല. എങ്ങനെ പോയാലും ഇവരിപ്പോൾ ഇത്രയും കാശിറക്കിയാലും കാശ് പിടിക്കാമെന്ന് കേട്ടിട്ടില്ലേ എന്ന് പറഞ്ഞ പോലെ തന്നെ ഇവരിപ്പം ഈ യുദ്ധവും സംഭവങ്ങളൊക്കെ ഇങ്ങനെ ഇറക്കി കാശുണ്ടാക്കുകയാണ്. ഇനിയിപ്പോൾ വെനസ്വേലൻ ഓയിലുണ്ട്. വെനസ്വേലൻ ഓയിൽ പിന്നെ വിറ്റ് ഇപ്പോൾ ഇപ്പോൾ $100 മുകളിലാണ് വില. അപ്പോൾ അവർക്ക് ആ വിറ്റ് കാശ് മേടിക്കുമ്പോൾ ഇതിൻ്റെ ലാഭം ആർക്കാണ് വരുന്നത്? ആരുടെ പോക്കറ്റിലാണ് വരുന്നത്? US-ൻ്റെ പോക്കറ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ മുന്നേ കൂട്ടി ഞാൻ പറഞ്ഞല്ലോ, ട്രംപ് ഒരു ബിസിനസ്മാനാണ്. കമന്ന് വീണാൽ കാപ്പണം കൊണ്ട് പൊങ്ങുന്ന ആളാണ് ട്രംപ്. അപ്പം അതിനനുസരിച്ച് അങ്ങേര് നമ്മൾ വിചാരിക്കും പൊട്ടറാന്ന് വിചാരിക്കും. പക്ഷേ അങ്ങേര് ബിസിനസ്സിന് അങ്ങേരുടെ തലയെ വെല്ലാൻ വേറെ ആരുമില്ല. അത്രയ്ക്ക് പക്ക ഒരു ബിസിനസ്സുകാരാണ്. അപ്പോൾ എല്ലാം പുള്ളി ബിസിനസ് മൈൻഡിലേ കാണത്തുള്ളൂ. അപ്പോൾ ഇപ്പം ഒരു ലേറ്റസ്റ്റ് ന്യൂസ് വരുന്നത് ക്യൂബയുടെ തലസ്ഥാനമായ ഹവായിയിൽ ഒരു ആക്രമണ ശബ്ദം കേട്ടു, ഒരു എക്സ്പ്ലോഷൻ സൗണ്ട് കേട്ടു എന്ന് പറഞ്ഞ്
ഒരു ന്യൂസ് ഇപ്പം ജസ്റ്റ് ഞാനിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരു ന്യൂസ് വരുന്നുണ്ട്. അതിൻ്റെ ആധികാരികത ഞാൻ നോക്കിയില്ല, ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ക്ലിപ്പിംഗ് ഇതിനകത്ത് തന്നെ ഇട്ട് വെച്ചേക്കാം. ഒരു എക്സ്പ്ലോഷൻ നടന്നു, ക്യൂബയുടെ തലസ്ഥാനമായ ഹവായിൽ ഒരു എക്സ്പ്ലോഷൻ നടന്നു, ഹെലികോപ്റ്ററുകളൊക്കെ അതിൻ്റെ മണ്ടയിൽ കൂടെ പറക്കുന്നു എന്നൊക്കെ പറഞ്ഞൊരു ന്യൂസ് ഇപ്പം വരുന്നുണ്ട്. ഞാൻ ജസ്റ്റ് അതൊന്ന് സെർച്ച് ചെയ്തിട്ട് അതിൻ്റെ ക്ലിപ്പിംഗ് ഉണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വെച്ചേക്കാം. അപ്പം എല്ലാ രീതിയിലും പിന്നെ ലോകം ഒരു വളരെ കലുഷിതമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഇനി എന്താ നാളെ മാർക്കറ്റിൽ സംഭവിക്കുന്നുള്ളത് നമുക്ക് ചാർട്ടിനകത്തിൽ ഒന്ന് നോക്കാം. കഴിഞ്ഞ ദിവസം മാർക്കറ്റ് ക്ലോസ് 23,000 മുകളിലാണ് മാർക്കറ്റ് ക്ലോസ് ചെയ്തത്. പക്ഷേ അതിന് ശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് പൊട്ടി താഴെ പോയി. ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ഇപ്പം സൂചിപ്പിക്കേണ്ട 250 പോയിൻറ്റിനടുത്തുള്ള ഗ്യാപ്പ് ഡൗൺ ആണ് നിലവിലെ അവസ്ഥയിൽ ഇപ്പോൾ കാണുന്നത്. അതിനുശേഷം നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ എന്താണെന്നുള്ളത് ഇന്നത്തെ രാത്രികളത്തെ അവസ്ഥയോടെ വെച്ചിട്ട് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. എന്തായാലും നമ്മൾ മാർക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം ഉള്ള അവസ്ഥ വളരെ പരിതാപകരമാണ്. ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് എവിടം വരെ പോകുമെന്ന് നമുക്ക് ചാർട്ടിനകത്തിലൂടെ ജസ്റ്റ് ഒന്ന് നോക്കി വരാം. ഓക്കെ, അപ്പോൾ ചാർട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ചാർട്ടിൻ്റെ ഡെയിലി ചാർട്ടാണ് ഈ കാണുന്നത്. ഓക്കെ, ഡെയിലി ചാർട്ടിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ക്യാൻഡിൽ നോക്കി അറിയാം, വളരെ സ്ട്രോങ് ഒരു റിജക്ഷനാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും അതുപോലെ തന്നെ നേരെ തിരിച്ച് താഴോട്ട് വന്നു. ഒരു സ്പിന്നിങ് ബോട്ടം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. അപ്പം ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? ഇത് ഒരു സ്ട്രോങ് ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ് സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള യുദ്ധങ്ങളുടെ അവസാനങ്ങളിൽ നമ്മൾ ബെയറിഷോ ബുള്ളിഷോ ഒന്നും പറഞ്ഞിരുന്ന കാര്യമില്ല. കാരണം മാർക്കറ്റിൻ്റെ ന്യൂസിൻ്റെ ബേസ്ഡാണ് മാർക്കറ്റ് പോകുന്നത്. ഓക്കെ, പക്ഷേങ്കിൽ ഇപ്പം ഇത് നമ്മൾ ഒരു ക്യാൻഡിൽ സ്റ്റഡി വെച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതൊരു സ്ട്രോങ് ബെയറിഷ് ക്യാൻഡിൽ തന്നെയാണ്, ഇല്ലേ? മൊത്തത്തിൽ മാർക്കറ്റ് മുകളിലോട്ട് പോയെങ്കിലും നേരെ തിരിച്ച് വന്ന് എത്ര കയറിയോ അത്രയും തന്നെ ഇടിച്ച് താത്ത് നേരെ താഴെ പോയിരുന്നൊരു സിനാരിയാണ് ഇപ്പോൾ ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് നമ്മളൊരു സിമിലർ പാറ്റേൺ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മുകളിലോട്ട് ഞാനിപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് ചുമ്മാ ഒന്ന് മറിച്ച് നോക്കിയാൽ നമുക്ക് ഇവിടെ ഒരു കാര്യം അടുത്ത് നോക്കിക്കേ. ഇത് കണ്ടോ? ഇത് ഒരു സെയിം സിനാരിയാണ് നമ്മളിപ്പോൾ കാണുന്നത്. ഇവിടെ കണ്ടോ? അതേ സെയിം സിനാരി. ഈ ക്യാൻഡിൽ കണ്ടോ? എന്താ നോക്കുന്നത്? സ്ട്രോങ് ഒരു ബെയറിഷ് സെൻറ്റിമെൻറ്റ്സ് ആണ്. മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് നേരെ തിരിച്ച് വന്ന് താഴെ വന്ന് ക്ലോസ് ചെയ്തതിന് ശേഷം മാർക്കറ്റ് എന്ത് ചെയ്തു? നല്ല രീതിയിൽ താഴെ പോയി, ഇല്ലേ? അപ്പോൾ ഇതേമാതിരി ഒരു സെയിം സിനാരിയാണ് നമ്മളിവിടെയും കാണുന്നത്. കണ്ടോ? വെരി ക്ലിയർ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നാളെ എന്താ സംഭവിക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് ഡേ വൈസിലെ ക്യാൻഡിലാണ്. നമ്മൾ ഡേയും ഇൻട്രാഡേ തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ട് ഡേ വൈസിൽ നമ്മൾ പറയുമ്പോൾ ഡേ വൈസിൽ 22,832. ഓക്കെ, ഈ 22,832 800 കൂട്ടിക്കുക, 800-850 റേഞ്ചിൽ മാർക്കറ്റ് വന്ന് തട്ടി തിരിച്ചു പോകുമെന്നുള്ളത് നോക്കണം. ഓക്കെ, അതാണ് നിലവിലത്തെ അവസ്ഥ. ഇപ്പം മാർക്കറ്റ് നിൽക്കുന്നത് 23,114 ഏകദേശം ഒരു 300 പോയിൻറ്റ്, 250-300 പോയിൻറ്റിൻ്റെ ഗ്യാപ്പുണ്ട് ഈ 22,832 വരെ. ഓക്കെ, അപ്പോൾ മാർക്കറ്റ് ഇവിടെ വന്ന് തട്ടി തിരിച്ചു പോവുകയോ സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് നമ്മൾ നോക്കുക. ഡേ വൈസിൽ 22,832 മുകളിലെങ്കിലും ക്ലോസിങ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ചെറിയ നേരിയ പ്രതീക്ഷ. അപ്പോഴും അടുത്ത ദിവസങ്ങളിൽ മാർക്കറ്റിൽ എന്ത് സംഭവിക്കുമെന്ന് അറിയാതെ നമുക്കൊന്നും സംസാരിക്കാൻ പറ്റത്തില്ല. കാരണം യുദ്ധമാണ്, എന്തുവാണെങ്കിലും മാർക്കറ്റിൽ സംഭവിക്കാം. ഓക്കെ, കാരണം നമ്മൾ വെള്ളിയാഴ്ച മാർക്കറ്റ് ക്ലോസ് ചെയ്യുമ്പം ഉള്ള ഒരു സെൻറ്റിമെൻറ്റ്സ് അല്ല ഇപ്പം നിലവിലുള്ള സെൻറ്റിമെൻറ്റ്സ്, ഇല്ലേ? അതിന് പിറ്റേ ദിവസം ഉണ്ടായ സെൻറ്റിമെൻറ്റ്സ് അല്ല ഇപ്പോഴത്തെ സെൻറ്റിമെൻറ്റ്സ്. അപ്പോൾ സെൻറ്റിമെൻറ്റ്സുകൾ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും, അതനുസരിച്ച് മാർക്കറ്റിൻ്റെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത് 732 എന്ന് പറയുന്ന ഈ റേഞ്ചിൽ വന്ന് മാർക്കറ്റ് ഇതിന് മുകളിൽ ക്ലോസിങ് കിട്ടുന്നുണ്ടോ, ഡേ ക്യാൻഡിൽ ക്ലോസ് ചെയ്യുന്നുണ്ടോ, ഒരു പോസിറ്റീവ് മൊമെൻറ്റത്തിൽ ക്ലോസിങ് കിട്ടുന്നുണ്ടോ നോക്കുക. അല്ല, ഇത് ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കുള്ളത് ഇതിൻ്റെ ഇടയിൽ 22,500 ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടുണ്ട്. അതോടെ നിന്നോട്ടെ, സൈക്കോളജിക്കൽ സപ്പോർട്ട് അല്ല, നമ്മുടെ ലെവലുകളല്ല. പിന്നെ നമുക്കുള്ളൊരു ലെവൽ എന്ന് പറഞ്ഞാൽ 22,331 ആണ്. പിന്നെ ഒരു സപ്പോർട്ടെന്ന് പറയുന്നത് 22,331, പിന്നെ 21,757. ഇതാണ് നമുക്ക് ഡേ വൈസിൽ പറയാനുള്ള ഒരു 21,757 എന്ന് പറയുന്നത് കഴിഞ്ഞ കുറേ നാളുകൾക്ക് മുന്നേ ഉണ്ടായ ഒരു ലോയാണ്. ഈ 21,757 നമ്മൾ നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് ഈ ഒരു ലോയാണ് നമുക്ക് പ്രീവിയസ് ഏകദേശം കഴിഞ്ഞ വർഷം 2025 ഏപ്രിൽ ഉണ്ടായ ഒരു ലോയാണ് ഉള്ളത്. ഒരു പക്ഷേ അവിടെ വരെ വരുമോ ഇല്ലെന്നുള്ളത് നമുക്ക് അറിയത്തില്ല. യുദ്ധത്തിൻ്റെ ഗതി അനുസരിച്ച് മാർക്കറ്റ് മൂവ് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം ജസ്റ്റ് ഇത് മാത്രം പറഞ്ഞ് ഞാൻ ഡേ ക്യാൻഡിൽ അവസാനിപ്പിക്കുകയാണ്. നമുക്ക് ഇനിയിപ്പം ഇൻട്രാഡേയിലോട്ട് വരാം. ഇൻട്രാഡേയിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നാളെ ഇനിയിപ്പോൾ എന്താ സംഭവിക്കുന്നത്? നാളെ സംഭവിക്കാൻ പോകുന്നത് ഈ പറയുന്ന ഗ്യാപ്പ് ഡൗൺ ആണ്. ഇപ്പോഴത്തെ അവസ്ഥ വെച്ചിട്ട് നമ്മൾ ഗിഫ്റ്റ് നിഫ്റ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗിഫ്റ്റ് നിഫ്റ്റിയിൽ ഏകദേശം 23,100 തെറ്റായത് 23,113 അല്ല, ഏകദേശം ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തേക്കുന്നത് 22,845
ഓക്കെ, 22,845 ഗിഫ്റ്റ് നിഫ്റ്റി ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഏകദേശം 22,845 എന്ന് പറയുമ്പോൾ 150 ഏകദേശം 150 ഒരു 300 പോയിൻറ്റിനടുത്ത് ഉള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് ഇപ്പം നിലവിൽ 250 മുതൽ 300 പോയിൻറ്റ് വരെയുള്ള ഒരു ഗ്യാപ്പ് ഡൗൺ ആണ് നിലവിലത്തെ അവസ്ഥയിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഓക്കെ, നിലവിലത്തെ അവസ്ഥയിൽ അങ്ങനെ 300 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ വരുവാണെന്നുണ്ടെങ്കിൽ ഏകദേശം ഈ പറഞ്ഞ 850 റേഞ്ചിൽ മാർക്കറ്റ്, നമ്മളിപ്പോൾ ഡേ ക്യാൻഡിൽ പറഞ്ഞ 850 റേഞ്ചിൽ വരും. ഇൻട്രാഡേ വൈസിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 22,750 വേണമെന്നാണെങ്കിൽ 22,750 ഒരു മിനിറ്റ് നോക്കിക്കോട്ടെ. ആ 22,750 എന്തിൻ്റെ ബേസിലാണ് വരച്ചതെന്ന് ഞാനൊന്ന് നോക്കിക്കോട്ടെ. ആ 22,750 ഇൻട്രാഡേ വൈസിൽ ഒരു ചെറിയൊരു സപ്പോർട്ട് ഏരിയ ആണത്. അതുകൊണ്ടാണ് നമ്മളങ്ങനെ വരച്ചത് 22,750. പിന്നെ വരയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ 22,854 പോകണം. എനിവേ 22,750 അങ്ങനെ വരച്ചത് അവിടെ തന്നെ കടന്നോട്ടെ. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അന്നേരം നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നുള്ള കാര്യം. ഓക്കെ, 22,750 പിന്നെ 22,500 സൈക്കോളജിക്കൽ സപ്പോർട്ടുമാണ്. ഡേ വൈസിലല്ല, ഞാൻ ഇൻട്രാഡേ വൈസിലാണ് പറയുന്നത്. അപ്പോൾ ഇൻട്രാഡേ വൈസിൽ നിങ്ങൾ ഈ 22,750 750 500 നിങ്ങൾ നോക്കുക. ഇവിടെ എന്താണ് സംഭവിക്കുന്നത് നോക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ ഈ റൗണ്ട് ഫിഗർ ആയതുകൊണ്ട് 250 പോയിൻറ്റ് ഗ്യാപ്പ് ആയതുകൊണ്ട് നിങ്ങൾ അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. അത് അവിചാരിതമായിട്ട് വന്നു മാത്രം വിചാരിച്ചാൽ മതി. നാളെ ഇപ്പോൾ നമുക്ക് 750 500 കിട്ടുന്നുണ്ടെന്ന് നോക്കുക. 25,500 താഴെ പോകുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഡേ ക്യാൻഡിൽ നമുക്ക് എന്താ സംഭവിക്കുന്നത് നമുക്ക് നോക്കി നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. അപ്പം നിലവിൽ നിഫ്റ്റിയുടെ അവസ്ഥ ഇതാണ്. എന്ത് സംഭവിക്കുന്നുള്ള കാര്യം ഇന്ന് രാത്രിയിലത്തെ ന്യൂസുകളുടെ അടിസ്ഥാനത്തിലായിരിക്കും നാളെ രാവിലെ മാർക്കറ്റ് ഓപ്പൺ ചെയ്തത്. അപ്പോൾ തന്നെ നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ ഒന്ന് നോക്കാം. ബാങ്ക് നിഫ്റ്റിയിൽ നമ്മുടെ ലെവലുകൾ കൃത്യമായിട്ട് വർക്ക് ചെയ്തു. പക്ഷേ ഇനിയിപ്പോൾ നമുക്കുള്ളത് 51,938. അപ്പോൾ നാളെ ഏകദേശം 250-300 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ പ്രശ്നം HDFC ബാങ്കാണ്. HDFC ബാങ്കിലും നെഗറ്റീവ് ന്യൂസാണ്. നിങ്ങൾക്കറിയാമല്ലോ, HDFC ബാങ്കിൻ്റെ റീറ്റെയിൽ ബാങ്കിങ്ങിൻ്റെ ഹെഡിനെ അവർ ഫയർ ചെയ്തെന്ന് വെച്ചാൽ അവർ ടെർമിനേറ്റ് ചെയ്തു. ഓക്കെ, അപ്പം മെയിൻ 2 പേരെ റീറ്റെയിൽ ബാങ്കിൻ്റെ മെയിൻ 2 പേരെ അവർ പുറത്താക്കി. അപ്പോൾ പുറത്താക്കിയെങ്കിൽ എന്താണ് അതിന് മതിയായ കാരണമുണ്ട്. അപ്പോൾ എന്തോ സംഭവങ്ങൾ ബാങ്കിൽ നടന്നിട്ടുണ്ടെന്നുള്ള കാര്യം എന്തായാലും നാട്ടുകാർക്ക് മുഴുവൻ ഉറപ്പായി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ഫർദർ ഡൗൺ സൈഡ് വീണ്ടും നമ്മൾ HDFC ബാങ്കിൽ പ്രതീക്ഷിക്കണം. കാരണം ഇന്നലെ ADRും എന്ത് ചെയ്തു, ഇന്നലെ 2.5% താഴെ പോയി. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്കിൽ ഒരു നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ബാങ്കിന് വിശ്വാസ്യതയാണ്. ആ വിശ്വാസ്യത തകരുന്നു എന്നുള്ളത് വലിയൊരു കൺസേണാണ്. കാരണം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ലീഡിങ് പ്രൈവറ്റ് ബാങ്കാണ് HDFC ബാങ്ക്. അതിനകത്ത് ഇങ്ങനൊരു എത്തിക്സിന് നിരക്കാത്തൊരു പണി കാണിച്ചു എന്ന് പറയുമ്പം അത് വലിയൊരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഇനിയിപ്പോൾ HDFC ബാങ്ക് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിയത്തില്ല. അതിനനുസരിച്ചായിരിക്കും ഇത് പോകുന്നത് ബാങ്ക് നിഫ്റ്റിയുടെ നിഗമന പോക്ക് നമുക്ക് പറയാൻ പറ്റുന്നത്. ഇപ്പം നിലവിൽ ക്ലോസിങ് 53,500 കൂട്ടിക്കോ. 53,500 ഒരു 1,500 പോയിൻറ്റിന് അകലെയാണ് ഈ പറയുന്ന 938 52 എന്ന് പറയുന്നത്. 53,500 5500 1,500 പോയിൻ്റ് ഉണ്ട് ഇത് തമ്മിലുള്ള ഗ്യാപ്പ്. അതപ്പോൾ നമുക്ക് നോക്കാം നാളെ എന്താണ് സംഭവിക്കുന്നത്. ഏകദേശം ഒരു 10 നാളത്തെ ഇപ്പോൾ ഈ 300 പോയിൻറ്റ് 250 പോയിൻറ്റിൻ്റെ ഒരു സെറ്റപ്പ് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബാങ്ക് നിഫ്റ്റിയിൽ നാളെ ഒരു ഏകദേശം ഒരു 500-600 പോയിൻറ്റിൻ്റെ ഗ്യാപ്പ് ഡൗൺ തന്നെ വരേണ്ടി വരും. ഇത് സംഭവം മെയിൻറ്റെയിൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് HDFC ബാങ്ക് കൂടെ അതിൻ്റെ കൂടെ നെഗറ്റീവ് സെൻറ്റിമെൻറ്റ്സ് വരുവാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം നമുക്ക് അറിയത്തില്ല. നമുക്ക് നോക്കാം എന്താ സംഭവിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ മിഡ് ക്യാപ്പിൻ്റെ കാര്യം നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ മിഡ് ക്യാപ്പും ഈ പറഞ്ഞ പോലെ തന്നെ ആദ്യം മുൻപന്തിയിൽ നിൽക്കുന്നത്, ഓടാനാണേലും വീഴാനാണേലും മുൻപന്തിയിൽ നിൽക്കുന്നത് മിഡ് ക്യാപ്പ് ആയിരിക്കും. അപ്പോൾ നാളെ മിഡ് ക്യാപ്പിൽ എന്ത് സംഭവിക്കുന്നു, പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സെക്ടറിൽ ഇപ്പം നിലവിൽ ഹീറോ മോട്ടോകോപ്പ് ഇച്ചിരി ഒരു പോസിറ്റീവ് സെൻറ്റിമെൻറ്റ്സിലാണ്. അതുപോലെ കൊമിൻസും പെർസിസ്റ്റൻ സിസ്റ്റവും പോസിറ്റീവ് മൊമെൻറ്റത്തിലാണ് നിന്നത്. അതുകൊണ്ടാണ് വലിയ വീഴാതെ നിന്നത്. അപ്പോൾ നാളെ ഇവരിനി എങ്ങനെ, പക്ഷേങ്കിൽ IT സെക്ടർ ചെറുതായിട്ട് പോസിറ്റീവിലാണ്. പിന്നെ ഇന്നലെ US മാർക്കറ്റ് ക്ലോസ് ചെയ്തു. അതുകൊണ്ട് IT സെക്ടർ ഒന്ന് പിടിച്ച് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ IT സെക്ടർ പിടിച്ച് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റിക്കും ചെറിയൊരു പിടുത്തം വരും. അല്ലെങ്കിൽ ഈ മിഡ് ക്യാപ്പെങ്കിലും അത്യാവശ്യം പിടിച്ച് നിൽക്കാനുള്ള സാധ്യതയുണ്ട്. എന്തായാലും 12,458 മിഡ് ക്യാപ്പിൻ്റെ സപ്പോർട്ട്. അവിടെ എന്ത് സംഭവിക്കും, നാളെ ഗ്യാപ്പ് ഡൗൺ ആണെങ്കിൽ ഈ 12,458 എന്ത് സംഭവിക്കുന്നത് നോക്കുക. അതിനനുസരിച്ച് നിങ്ങളുടെ ട്രേഡുകൾ പ്ലാൻ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ജസ്റ്റ് ഞാൻ സെൻസെക്സ് കൂടെ ഒന്ന് പറഞ്ഞേക്കാം. ധാരാളം പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, സാറേ സെൻസെക്സ് കൂടെ ഒന്ന് പറയണേ. അപ്പോൾ സെൻസെക്സ് കൂടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ
സെൻസെക്സിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം മാർക്കറ്റ് ക്ലോസ് ചെയ്തിരിക്കുന്നത് 74,500 സെൻസെക്സ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 74,500 റേഞ്ചിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നാളെ 250 പോയിൻറ്റ് ഗ്യാപ്പ് ഡൗൺ ആണെന്നുണ്ടെങ്കിൽ സെൻസെക്സ് ഏകദേശം ഒരു 700-750-800 പോയിൻറ്റിനടുത്ത് ഗ്യാപ്പ് ഡൗൺ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ അങ്ങനെ 74,500 ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 73 പിന്നെ 700 625 ഇതാ ഈ 73 625 785 റേഞ്ചിലായിരിക്കും ചിലപ്പോൾ ഒരു പക്ഷെങ്കിൽ നാളെ സെൻസെക്സ് ഓപ്പൺ ആകാനുള്ള സാധ്യത. നിലവിൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ചാണ് കറണ്ട് സിനാരിയോ ഞാൻ ഈ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റേഞ്ചിൽ 73 625 785 റേഞ്ചിൽ ഒരു പക്ഷേ സെൻസെക്സ് ഓപ്പൺ ആകാനുള്ള സാധ്യതയുണ്ട്. അതിനുശേഷം സെൻസെക്സ് എങ്ങോട്ട് പോകുന്നു നോക്കി വേണം നിങ്ങൾ ട്രേഡ് ചെയ്യുക. ഞാൻ സാധാരണ അതിൽ സെൻസെക്സ്, കാരണം സെൻസെക്സ് നമുക്ക് എനിക്ക് ട്രേഡിംഗ് വ്യൂ ആണ് കംഫർട്ട്, ചാർട്ട് നോക്കണം. അപ്പം ട്രേഡിംഗ് വ്യൂ അതിൽ 15 മിനിറ്റ്സ് ഡിലേ ആണ് സെൻസെക്സിൻ്റെ ചാർട്ട് എടുത്തത്. പിന്നെ അതിലെ ബ്രോക്കറിൻ്റെ ചാർട്ടിനകത്ത് ഞാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ എപ്പോഴും സെൻസെക്സ് ട്രേഡ് ചെയ്യുമ്പം കഴിവതും ഞാൻ നിഫ്റ്റി നോക്കിയാണ് ട്രേഡ് ചെയ്യാറുള്ളത്. പിന്നെ ചിലർക്ക് സെൻസെക്സ് നോക്കിയേ പറ്റൂ, അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ലെവലുകൾ നോക്കുക, 73 625 72 785, പിന്നുള്ളത് 71 783. ഇതാണ് സെൻസെക്സിൻ്റെ ലെവലുകൾ. അപ്പം എല്ലാവരും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. യുദ്ധമാണ്, ഏത് നിമിഷവും ഏത് സാഹചര്യത്തിലും മാർക്കറ്റ് തിരിഞ്ഞോ മറിഞ്ഞോ ഒക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. വയലൻ്റ് മൂവ് ആയിരിക്കും. അതുകൊണ്ട് സൂക്ഷിച്ച് കണ്ട് ട്രേഡ് ചെയ്യുക. ഫണ്ട് അധികമൊന്നും ഇല്ലാത്ത ചെറിയ ക്യാപിറ്റൽ വെച്ച് ട്രേഡ് ചെയ്യുന്നവർ കഴിവതും നിങ്ങൾ മാറി നിന്ന് കളി കാണാൻ ശ്രമിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഇന്നത്തെ വീക്കിനനുസരിച്ച് പറയാനുള്ളത്. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ഗ്രൂപ്പ് നമ്മൾ നമ്പർ വെച്ചിട്ടുണ്ട്, താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. ആരും വലിയ എന്തെങ്കിലും കിട്ടുമെന്ന് പ്രതീക്ഷിച്ചൊന്നും ആരും വരണ്ട. ഓൺലി ലൈവ് അപ്ഡേഷൻസ് മാത്രമേ അവിടെ ഉള്ളൂ, അല്ലാതെ അവിടെ കോളോ പുട്ടോ പരിപാടികളോ ഒന്നും ഇല്ല എന്ന് ഒരിക്കൽ കൂടി ഓർപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നാളെ നല്ലൊരു പ്രോഫിറ്റബിൾ ഡേ ആശംസിക്കുന്നു. താങ്ക് യു ഓൾ.